ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ബിസ്മി കിച്ചനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നേന്ത്രപ്പഴവും ഗോതമ്പ് പൊടിയും കൊണ്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് 250 ml കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവയാണ് വേണ്ടത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 3 ഏലക്കായ തോലൊക്കെ കളഞ്ഞ് ചതച്ചെടുത്തിട്ടുണ്ട്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ശർക്കര പാനിയാണ്. 3 ഉണ്ട ശർക്കര 1 കപ്പ് വെള്ളത്തിൽ നിന്ന് മെൽറ്റ് ചെയ്തതിന് ശേഷം അരിച്ചെടുത്തിട്ടുള്ളതാണ്. ചൂടാറിയതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ചായി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓരോ ഗോതമ്പ് പൊടിയുടെയും വെള്ളം കുടിക്കുന്ന അളവ് കൂടുതൽ കുറവ് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ശർക്കര പാനി തികയാതെ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് പാകത്തിൻ്റെ അളവിന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്ക് മുഴുവൻ ശർക്കരപ്പാനിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് ഈ ഒരു പരുവം. ഇനി നമ്മളിത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതല്ല, ഇതിന് നമുക്ക് വേറെ കുറച്ച് പണി കൂടെ ചെയ്യാനുണ്ട്. അതുവരെ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ആ സമയത്ത് ഇതൊന്ന് റവ ചേർത്തുകൊണ്ട് ടൈറ്റ് ആകുകയാണെങ്കിൽ ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ലൂസാക്കി എടുക്കാം. ഞാനൊരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നെയ്യൊക്കെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസുള്ള നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ നേന്ത്രപ്പഴം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 3 മിനിറ്റോളം വഴറ്റിയെടുത്തപ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു ചെറിയ മുറി തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഫ്രഷായിട്ട് ചിരകിയെടുത്തിട്ടുള്ള തേങ്ങയാണ്. ഇനി ഇത് ഒരു 1/4 കപ്പ് തേങ്ങയുണ്ട്. കപ്പിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഈ തേങ്ങ ഇവിടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ നേന്ത്രപ്പഴവും തേങ്ങയും എല്ലാം ഞാനൊന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ അത് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് തണുക്കാനായിട്ട് ഒരു ഭാഗത്തേക്ക് നീക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് ചെറുതായിട്ടൊന്ന് ടൈറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ചേർത്ത് ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം മതിയാകും. ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളമാണ് വേണ്ടി വന്നത്. അപ്പോൾ ഒന്നായിട്ട് ആദ്യം തന്നെ വെള്ളം ഒഴിക്കരുത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കുക. ഏകദേശം ഒരു ദോശമാവിൻ്റെ പരുവത്തിലുള്ള ലൂസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തണുത്തിട്ടുള്ള നമ്മുടെ നേന്ത്രപ്പഴവും തേങ്ങയും വാട്ടിയെടുത്തത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കൈപ്പിടിയോളം വരുന്ന നേന്ത്രപ്പഴം തേങ്ങയും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് പകരം നമുക്ക് വല്ല നട്ട്സൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാനൊരു കേക്ക് ടിന്നിലാണ് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നത്. ഒരു വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട്. അല്പം ഡാൽഡയാണ് നെയ്യ് ചുറ്റോറം തേച്ചിട്ട് വാഴയിലയിലും തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യുടെ ഫ്ലേവറൊക്കെ ചെല്ലുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. ശർക്കരയും നെയ്യും ഏലക്കയുടെ ഒക്കെ ആ ഒരു ടേസ്റ്റ് നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ആ നേന്ത്രപ്പഴവും തേങ്ങയുടെ മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ ഹെൽത്തിയായ നല്ലൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിലൊരു റിങ്ങ് വെച്ചിട്ട് മുകളിലൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്ത് ഒരു 20 മിനിറ്റോളം നമുക്കിത് വേവിക്കാനുള്ള സമയമെടുക്കും. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തുറന്ന് നോക്കുമ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് ആയിട്ടുണ്ട്. കണ്ടോ, കുത്തി നോക്കുമ്പോൾ കത്തിയിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല. ഇപ്പോൾ ക്ലിയറായി വന്നിട്ടുണ്ട്, വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ഞാൻ പുറത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. തണുക്കുമ്പോൾ തന്നെ സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നെയ്യ് ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ സൈഡൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് വിട്ട് കിട്ടും. നെയ്യ്ക്ക് പകരം ഓയിൽ മതിയെങ്കിൽ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ആ വാഴയിലേക്ക് നീക്കിയിട്ടുണ്ട്. നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റിയായ നമ്മുടെ ഇവിടെ ഒരു അടിപൊളി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമാകുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അതാ കട്ട് ചെയ്ത് നോക്കുമ്പോൾ കണ്ടോ
നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.